പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർമ്മിച്ച മോഡലാണിത്. ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ കുളം, കിണർ, നദി എന്നിവയൊക്കെ നമുക്കിവിടെ കാണാം. ഈ ഗ്രാമത്തിൽ കൂടാതെ വീടുകൾ, ഹോട്ടൽ, ഫ്ലാറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് ഇവയെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കുന്നത് നോക്കൂ. കുളത്തിലും കിണറിലും നദിയിലുമാണ്. ഇതുകൂടാതെ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. അതുമൂലം തെരുവുനായ ശല്യം കൂടുന്നു. ജലാശയങ്ങളിലെ മലിനജലം കുടിച്ച് മഞ്ഞപ്പിത്തം, കോളറ എന്നിവ ഉണ്ടാകുന്നു. മാലിന്യങ്ങളിൽ നിന്നും കൊതുകുജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനക്കാർ മാലിന്യം ശേഖരിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവ വേണ്ട വിധത്തിൽ സംസ്കരിക്കുന്നുണ്ടോ? എന്നാൽ ബ്രഹ്മപുരം പ്ലാന്റിൽ എന്താണ് സംഭവിച്ചത്? ബ്രഹ്മപുരം പ്ലാന്റിൽ മാലിന്യം കത്തുകയും കൊച്ചി ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. എന്നാൽ വികസിത രാജ്യങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ബിന്നുകൾ വയ്ക്കുന്നു. ജൈവ മാലിന്യം, പ്ലാസ്റ്റിക്, മാലിന്യം എന്നിവ വെവ്വേറെയായി ശേഖരിക്കുന്നു. ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കുന്നു, പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യുന്നു. ഈ മാലിന്യങ്ങൾ പൊടിച്ച് സാൻഡ് ആക്കുന്നു. സാൻഡ് കൊണ്ട് കെട്ടിട നിർമ്മാണത്തിന് കട്ടകൾ ഉണ്ടാക്കാം. വികസിത രാജ്യങ്ങളിൽ മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അത് എങ്ങനെയെന്ന് നോക്കാം. സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ കത്തിക്കുന്നു. ഇതിനു മുകളിൽ ജലം സംഭരിച്ചു വെക്കുന്നു. ഇതിലെ താപം ടർബൈൻ വഴി വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇങ്ങനെ ഈ പ്രദേശത്തുള്ളവർക്ക് വൈദ്യുതി ലഭിക്കുന്നു. ഇങ്ങനെ നമുക്ക് മാലിന്യത്തെ ലാഭകരമായി